നമസ്കാരം, എല്ലാവർക്കും സൈലം IASലേക്ക് സ്വാഗതം. എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th എഡിഷനെ ബേസ് ചെയ്തുള്ള സൈലം IASൻ്റെ യൂട്യൂബ് ഇനീഷ്യേറ്റീവിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ സെലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സെലിയൻ ഫീച്ചർ കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം വി വിൽ മൂവ് ടു ദി പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെലിയൻ ഫീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെലിയൻ ഫീച്ചറാണ്, ആൻഡ് ദാറ്റ് ഇസ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ്. എന്താണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ് എന്ന് പറഞ്ഞാൽ? ഇത് മനസ്സിലാക്കുന്നതിന് കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ആർട്ടിക്കിൾ നമ്പർ 1 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്? ആർട്ടിക്കിൾ നമ്പർ 1 പറയുകയാണ്, ഇന്ത്യ that is Bharat, India that is Bharat shall be union of states. India that is Bharat shall be union of states എന്ന് പറഞ്ഞാൽ ഭാരതമാകുന്ന ഇന്ത്യ സ്റ്റേറ്റുകളുടെ യൂണിയനാണ്. രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ അനുച്ഛേദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൊന്നാമത്തേത്, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ രാജ്യത്തിന് രണ്ട് പേരുകളാണ് അംഗീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഭാരതമെന്നും മറ്റൊന്ന് ഇന്ത്യ എന്നും. ഭാരത് ആസ് വെൽ ആസ് ഇന്ത്യ, ഭാരതമാകുന്ന ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിരിക്കുന്ന പേരുകൾ എന്തൊക്കെയാണ്? ഒന്ന് ഭാരതമെന്നും മറ്റൊന്ന് ഇന്ത്യ എന്നുമാണ്. രണ്ടാമത്തേത്, നമ്മളുടെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ സ്വഭാവം എന്താണ്? ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണല്ലേ. അപ്പം നേച്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റി, നമ്മളുടെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ സ്വഭാവം, പ്രകൃതം, നേച്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റി ഈസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. കാരണം ഒന്നാമത്തെ അനുച്ഛേദത്തിൽ അങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണല്ലേ. എന്തുകൊണ്ടാണ് യൂണിയൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഫെഡറേഷൻ എന്ന് മെൻഷൻ ചെയ്യാതെ യൂണിയൻ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഫിയോഡസ് എന്നൊരു പദത്തെ പറ്റി ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫിയോഡസ് എന്നൊരു ലാറ്റിൻ ടേം ഉണ്ട്, ലാറ്റിൻ ടേം. ഈ ഫിയോഡസ് എന്നാൽ എഗ്രിമെൻ്റ് എന്നാണ് അർത്ഥം, എഗ്രിമെൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഫിയോഡസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഫെഡറേഷൻ എന്ന പദത്തിൻ്റെ ഉത്ഭവം. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഫെഡറേഷൻ എന്ന് പറയുന്ന പദം എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്തോ ആണ് അല്ലേ. ഫിയോഡസ് എന്നത് ഒരു ലാറ്റിൻ ടേം ആണ്. ഈ ലാറ്റിൻ ടേമിൻ്റെ അർത്ഥം എഗ്രിമെൻ്റ് എന്നാണ്. ആൻഡ് ഈ ഫിയോഡസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഫെഡറേഷൻ എന്ന ആശയത്തിൻ്റെ ഉത്ഭവം. എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റും ഫെഡറേഷനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാസിക് ഫെഡറേഷൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയുക? നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയും അല്ലേ. അമേരിക്ക ഒരു ക്ലാസിക് ഫെഡറേഷൻ എക്സാമ്പിളാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഒരു എക്സാമ്പിളായി നമ്മൾ ഫെഡറേഷന് പറയാൻ കാരണം? അമേരിക്ക രൂപീകരണ സമയത്ത് 13ഓളം സംസ്ഥാനങ്ങൾ, ഈ 13ഓളം സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്നു. ഈ 13ഓളം സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങൾ സൈനികപരമായി ദുർബലമായിരുന്നു, ചില സംസ്ഥാനങ്ങൾ സാമൂഹികപരമായി പിന്നാക്കാവസ്ഥയിലായിരുന്നു, ചില സംസ്ഥാനങ്ങൾ സാമ്പത്തികപരമായി പിന്നാക്കാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് വരുന്നു, അവരുടെ പരമാധികാരം അവർ പൂൾ ചെയ്യുന്നു, എന്നിട്ടൊരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുകയാണ്. അങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന വലിയ രാഷ്ട്രീയ സംവിധാനം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുമ്പോൾ അതിൽ കൃത്യമായൊരു കാര്യം മെൻഷൻ ചെയ്തിരുന്നു, ഇന്ത്യക്ക് കേന്ദ്ര ഗവൺമെൻറ് ഉള്ളതുപോലെ അമേരിക്കയ്ക്ക് ഒരു ഫെഡറൽ ഗവൺമെൻറ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഫെഡറൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ അധികാരത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ അധികാരം എന്താണോ ആ അധികാരം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ചേരുമ്പോൾ അവർക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഇക്വാലിറ്റി ഓഫ് പവർ ഉണ്ടായിരിക്കണം ഇൻ ബിറ്റ്വീൻ ദ ഫെഡറൽ ഗവൺമെൻറ് ആൻഡ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഈ നിബന്ധനയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനങ്ങൾ ഒപ്പുവെക്കുന്നത്. അമേരിക്ക രൂപീകരണ സമയത്ത് 13 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 50 സംസ്ഥാനങ്ങൾ ചേരുന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്തുകൊണ്ടാണ് ഫെഡറേഷൻ എന്ന് എഴുതാതെ യൂണിയൻ എന്ന് എഴുതിയിട്ടുള്ളത്? നമ്മൾ എന്തുകൊണ്ടാണ് യൂണിയനെ പ്രയോറിറ്റൈസ് ചെയ്തത്? ഫെഡറേഷൻ്റെ മുകളിൽ യൂണിയൻ എന്നുള്ള വാക്ക് മതി എന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്,
ഇന്ത്യയിൽ there is no agreement. ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെല്ലാം പരസ്പരം ഒത്തുചേർന്ന് ഒരു എഗ്രിമെൻ്റ് ഒപ്പുവെച്ചുകൊണ്ടല്ല ഇന്ത്യ എന്ന രാഷ്ട്രീയ സംവിധാനം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ ഫെഡറേഷൻ എന്നുള്ള പദം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഫെഡറേഷൻ ഇസ് റിലേറ്റഡ് ടു ദി കൺസെപ്റ്റ് ഓഫ് എഗ്രിമെൻറ്റ്. രണ്ടാമത്തെ കാരണം, സ്റ്റേറ്റ്സ് ഷാൽ നോട്ട് secede from the union. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് അവരുടെ ഇഷ്ടപ്രകാരം പുറത്തു പോകാൻ പറ്റുമോ? ഇല്ല. ഈ രണ്ട് കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫെഡറേഷന് പകരം യൂണിയൻ എന്നുള്ള വാക്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഫിയോഡസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ടേം ഉണ്ട്. ഈ ലാറ്റിൻ ടേമിൽ നിന്നാണ് ഫെഡറേഷൻ എന്ന ആശയത്തിൻ്റെ ഉത്ഭവം. ഫിയോഡസ് എന്ന ലാറ്റിൻ ടേമിൻ്റെ അർത്ഥം എഗ്രിമെൻ്റ് എന്നാണ്. അമേരിക്ക ഒരു ഫെഡറേഷൻ ആണെന്ന് പറയാൻ കാരണം അമേരിക്കൻ സ്റ്റേറ്റുകൾ, അമേരിക്കയിലെ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന വലിയ രാഷ്ട്രീയ സംവിധാനം ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ അമേരിക്കൻ ഫെഡറേഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം നമ്മുടെ സംസ്ഥാനങ്ങൾ തമ്മിൽ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ ഫെഡറേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോകം വിചാരിക്കുക എന്തായിരിക്കും? അമേരിക്കൻ ഫെഡറേഷൻ എങ്ങനെയാണോ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ ഫെഡറേഷനും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ചിന്തിക്കാമല്ലേ. അതുകൊണ്ടാണ് അംബേദ്കർ അടങ്ങുന്നവർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തീരുമാനിക്കുന്നത് നമ്മൾക്ക് ഫെഡറേഷൻ എന്നുള്ള വാക്ക് തെറ്റിദ്ധാരണാജനകമായി എന്നുള്ളത് കൊണ്ട് അതിന് പകരം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുപയോഗിക്കാം. കാരണം നമ്മുടെ ഫെഡറേഷൻ ഡിഫറൻ്റ് ആണ്. ഒന്നാമത്തേത് നമുക്കൊരു എഗ്രിമെൻ്റ് ഇല്ല. രണ്ടാമത്തേത് സ്റ്റേറ്റ് ഷാൽ നോട്ട് സെസീഡ് ഫ്രം ദ യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂണിയനിൽ നിന്ന് സ്റ്റേറ്റിന് സ്വന്തം ഇഷ്ടപ്രകാരം വിഭജിച്ചു പോകാനുള്ള സ്വയം ഭരണാധികാരമില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യ ഈസ് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ നമ്പർ 1 ആസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. എന്നതുകൊണ്ട് നമ്മൾക്ക് ഫെഡറൽ ഫീച്ചേഴ്സ് ഇല്ല എന്നാണോ അർത്ഥം? അല്ല. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും സമാനമായ അധികാരങ്ങൾ നൽകുന്ന ഫീച്ചേഴ്സ്. അതിനെയാണ് നമ്മൾ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറയുക. അല്ലെങ്കിൽ വ്യത്യസ്ത തട്ടുകളിൽ സംസ്ഥാനങ്ങൾ നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറയുക. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് എവിടെയെല്ലാം പ്രയോറിറ്റി നൽകുന്നോ അത് ഫെഡറൽ ഫീച്ചറാണ്. അതേസമയം തന്നെ നമ്മൾക്ക് യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് എഗ്രിമെൻ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യ വിട്ടു പോകാതെ ഇങ്ങനെ നിൽക്കുന്നത്? ഇന്ത്യ വിട്ടു പോകാതെ ഈ സംസ്ഥാനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഒരു ശക്തമായിട്ടുള്ള യൂണിയൻ ഗവൺമെൻറ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് അല്ലേ. ഒരു ശക്തമായിട്ടുള്ള യൂണിയൻ ഗവൺമെൻറ് ഉണ്ട്. ഈ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായി ഒരു ഗവർണറാണ് സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവൻ. അപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഒരു ബില്ല് പാസ്സാക്കി നമുക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാമെന്ന് തീരുമാനിച്ചാൽ ഗവർണർ ആ ബില്ലിന് അംഗീകാരം നൽകുമോ? ഇല്ല. ഇങ്ങനെയാണ് ഇന്ത്യ സംസ്ഥാനങ്ങളെല്ലാം ഒരുമിച്ച് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ ആണ് എന്ന് പറയുന്നത്. ഫെഡറേഷൻ ആണോ? ആണ്. ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ ആണ്. അമേരിക്ക പോലെ ക്ലാസിക് ഫെഡറേഷൻ അല്ല, ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ. അപ്പോൾ അമേരിക്ക എന്തായിരിക്കും? അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇസ് എൻ എക്സാമ്പിൾ ഓഫ് കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ. സംസ്ഥാനങ്ങൾ ഒരുമിച്ച് വരുന്നു, എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുന്നു. കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ. സോ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. കേന്ദ്രത്തോടൊപ്പം സംസ്ഥാനങ്ങളെയും പരിഗണിക്കുന്നുവെങ്കിൽ അത് ഫെഡറൽ ഫീച്ചേഴ്സാണ്. സംസ്ഥാനങ്ങൾക്ക് ഒരേ തരത്തിൽ പരിഗണന ലഭിക്കുന്നുവെങ്കിലും അത് ഫെഡറൽ ഫീച്ചേഴ്സാണ്. എന്നാൽ കേന്ദ്രത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുവെങ്കിൽ അത് യൂണിറ്ററി ഫീച്ചറാണ്. യൂണിറ്ററി ഫീച്ചർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കിയാലോ? നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എങ്ങനെയാണ്? Which among the following can be identified as the federal features in the Indian Constitution? Which among the following can be identified as the unitary features of the Indian Constitution? ആദ്യം നമുക്ക് ഫെഡറൽ ഫീച്ചേഴ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തേത് ഡ്യുവൽ പൊളിറ്റി എന്ന് പറഞ്ഞാൽ കേന്ദ്രം സംസ്ഥാനം. ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട് അല്ലേ. കേന്ദ്രത്തിന് ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാനത്തിനും ഗവൺമെൻറ് ഉണ്ട്. കേന്ദ്രം പോലെ തന്നെ സംസ്ഥാനത്തെയും പരിഗണിച്ചിരിക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. കേന്ദ്രത്തിന് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ സംസ്ഥാനത്തിനും ഗവൺമെൻറ് ആവാം. ഇക്വാലിറ്റി.
സോ അതെന്തിന് എക്സാമ്പിളാണ്? ഫെഡറൽ ഫീച്ചറിന് എക്സാമ്പിളാണ്. ഇനി കേന്ദ്രത്തിന് പവർ ഉണ്ടെങ്കിൽ സംസ്ഥാനത്തിനും പവർ ഉണ്ട്. കേന്ദ്രത്തിന് യൂണിയൻ ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാം, സംസ്ഥാനത്തിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാം. പവർ ഡിവിഷൻ എന്തിന് എക്സാമ്പിളാണ്? ഫെഡറൽ ഫീച്ചറിന് എക്സാമ്പിളാണ്. ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഫെഡറൽ ഫീച്ചറിന് എക്സാമ്പിളാണ്. സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഫെഡറൽ ഫീച്ചറിന് എക്സാമ്പിളാണ്. കാരണം ഒരു എഴുതപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എങ്കിലാണ് ഈ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഒക്കെ സംരക്ഷിക്കപ്പെടുക അല്ലേ? ഇതെവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുകയാണ്, ആ എഴുതി വെച്ചിരിക്കുന്ന ഡോക്യുമെൻ്റ് സുപ്രീം ആണെങ്കിലല്ലേ സ്റ്റേറ്റിൻ്റെ ഈ അധികാരങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടൂ. എവിടെയും എഴുതി വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ശക്തമായിട്ടുള്ള യൂണിയൻ ഗവൺമെൻറ് എന്ത് ചെയ്യും? സ്റ്റേറ്റിൻ്റെ അധികാരമൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനും എന്തിന് എക്സാമ്പിളാണ്? ഫെഡറൽ ഫീച്ചറിന് എക്സാമ്പിളാണ്. റിജിഡിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ടഫ് ടു അമെൻഡ്. ടഫ് ടു അമെൻഡ്, ഭേദഗതി ചെയ്യാൻ ബുദ്ധിമുട്ട്. ടഫ് ടു അമെൻഡ്, ഭേദഗതി ചെയ്യാൻ ബുദ്ധിമുട്ട്. എങ്ങനെയാണ് റിജിഡ് ഫീച്ചർ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്ന റിജിഡ് ഫീച്ചർ എങ്ങനെയാണ് ഫെഡറൽ ഫീച്ചറിന് എക്സാമ്പിളായി മാറുക? ടഫ് ടു അമെൻഡ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, അതിനോടൊപ്പം സംസ്ഥാനങ്ങൾ കൂടി വിചാരിക്കണം. ഉദാഹരണമായി നമ്മളുടെ രാജ്യത്തെ പവർ ഡിവിഷൻ ഷെഡ്യൂൾ 7 കൊടുത്തിട്ടുള്ളത് അല്ലേ? ഷെഡ്യൂൾ 7 യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലെ ഒരു വിഷയമാണ് പോലീസ് എന്ന് പറയുന്നത് അല്ലേ? പോലീസ്. നാളെ പാർലമെൻറ്റ് വിചാരിക്കുകയാണ് ഈ പോലീസ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ നിന്ന് എടുത്തു മാറ്റി കേന്ദ്രത്തിന് കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. പാർലമെൻറ്റിൽ ആ ബില്ല് പാസ്സാക്കിയാൽ മാത്രം പോരാ, രാജ്യത്തെ പകുതി സംസ്ഥാനങ്ങൾ കൂടി അംഗീകാരം നൽകണം. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ഫീച്ചറാണ്? ഫെഡറൽ ഫീച്ചർ. സ്റ്റേറ്റുകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നത് എപ്പോഴായിരിക്കും? ജുഡീഷ്യറി സ്വതന്ത്രമാകുമ്പോഴായിരിക്കും അല്ലേ? ജുഡീഷ്യറി സ്വതന്ത്രമല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ജുഡീഷ്യറിയെ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ജുഡീഷ്യറി സ്വതന്ത്രമാണെങ്കിലാണ് സംസ്ഥാനങ്ങൾക്ക്, ചെറിയ യൂണിറ്റുകൾക്ക് നീതി ലഭിക്കൂ. സംസ്ഥാനങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ, സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കണമെങ്കിൽ അത്തരമൊരു ഫീച്ചർ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫെഡറൽ ഫീച്ചർ. ബൈക്യാമറലിസം. ബൈക്യാമറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈക്യാമറലിസം എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ടു ഹൗസസ്. പ്രസൻസ് ഓഫ് ടു ഹൗസസ്. പാർലമെൻറ്റിന് 2 ഹൗസ് ഉണ്ട്. ഒന്ന് ലോക്സഭ എന്നും മറ്റൊന്ന് രാജ്യസഭ എന്നുമാണ് അറിയപ്പെടുന്നത് അല്ലേ? ഈ ലോക്സഭ ജനങ്ങളുടെ സഭയാണ്. രാജ്യസഭ എന്തിൻ്റെ സഭയാണ്? രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സംസ്ഥാനങ്ങളുടെ സഭയാണ്. സംസ്ഥാനങ്ങൾക്കും സഭയോ? യെസ്, സംസ്ഥാനങ്ങൾക്കും സഭയുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുവെങ്കിൽ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫെഡറൽ ഫീച്ചർ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് യൂണിറ്ററി ഫീച്ചേഴ്സ്? യൂണിറ്ററി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം കൂടുതൽ ശക്തമാകുന്ന ഫീച്ചേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. സ്ട്രോങ് സെൻറ്റർ, ശക്തമായിട്ടുള്ളൊരു കേന്ദ്ര ഗവൺമെൻറ് നമുക്കുണ്ടല്ലേ? കേരള ഗവൺമെൻറ് ആണോ കേന്ദ്ര ഗവൺമെൻറ് ആണോ കൂടുതൽ ശക്തം? അബ്സല്യൂട്ട്ലി കേന്ദ്ര ഗവൺമെൻറ് ആണ്. അത് എന്തിന് എക്സാമ്പിളാണ്? യൂണിറ്ററി ഫീച്ചറിന് എക്സാമ്പിളാണ്. ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ നമുക്കുള്ളൂ. സംസ്ഥാനങ്ങൾക്ക് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് സംസ്ഥാനത്തെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അത് എന്തിന് എക്സാമ്പിളാണ്? യൂണിറ്ററി ഫീച്ചറിന് എക്സാമ്പിളാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഒരേ ഒരു സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. ഈ സിറ്റിസൺഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? കേന്ദ്ര ഗവൺമെൻറ് ആണ്, പാർലമെൻ്റ് ആണ്. സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സംസ്ഥാനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ഫീച്ചറാണ്? യൂണിറ്ററി ഫീച്ചറാണ്. അതേപോലെ റിജിഡിറ്റി ഫെഡറൽ ഫീച്ചർ ആണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി എന്ത് ഫീച്ചർ ആയിരിക്കും? ഫ്ലെക്സിബിലിറ്റി യൂണിറ്ററി ഫീച്ചർ ആയിരിക്കും. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് മാത്രം വിചാരിച്ചാൽ ഭേദഗതി ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ്. ഉദാഹരണമായി സിറ്റിസൺഷിപ്പ് ആര് മാത്രം വിചാരിച്ചാൽ മതി? പാർലമെൻറ്റ് മാത്രം വിചാരിച്ചാൽ മതി. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ യൂണിയൻ. സംസ്ഥാനങ്ങളുടെ ആവശ്യമുണ്ടോ? ഇല്ല. സംസ്ഥാനങ്ങളുടെ ആവശ്യമില്ലെങ്കിൽ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് യൂണിറ്ററി ഫീച്ചർ. ഗവർണറുടെ അപ്പോയിൻമെൻറ്റ് നടത്തുമ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങളോട് അനുമതി ചോദിച്ചിട്ടാണോ അപ്പോയിൻമെൻറ്റ് നടത്തുക? അല്ല, കേന്ദ്രത്തിന് ഇഷ്ടമുള്ള ആളെയാണ് അപ്പോയിൻറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ അതെന്ത് ഫീച്ചറാണ്? യൂണിറ്ററി ഫീച്ചറാണ്. ഓൾ ഇന്ത്യ സർവീസ്, IAS,
IPS പോലുള്ള ഓൾ ഇന്ത്യ സർവീസ് അവരുടെ റെസ്പോൺസിബിലിറ്റി അൾട്ടിമേറ്റ്ലി കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ്. പക്ഷേ അവർ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. അപ്പോൾ സംസ്ഥാനത്ത് വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അൾട്ടിമേറ്റ്ലി ദേ ആർ റെസ്പോൺസിബിൾ ടു ദ യൂണിയൻ ഗവൺമെൻറ്. അപ്പോൾ ചരട് ആരുടെ കയ്യിലായിരിക്കും? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതെന്ത് ഫീച്ചറാണ്? യൂണിറ്ററി ഫീച്ചർ. എമർജൻസി പ്രൊവിഷൻസ്. എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എമർജൻസി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ അധികാരം ഇല്ലാതാക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളെല്ലാം ആരേറ്റെടുക്കുന്നു? കേന്ദ്രം ഏറ്റെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ഫീച്ചറാണ്? യൂണിറ്ററി ഫീച്ചറാണ്. കാരണം എന്താ? കേന്ദ്രമാണ് ഏറ്റെടുക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി. ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറിയും എന്തിന് എക്സാമ്പിളാണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ യൂണിറ്ററി ഫീച്ചർ. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഫെഡറൽ ഫീച്ചറിന് എക്സാമ്പിളാണ്. എന്നാൽ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഏകീകൃത ജുഡീഷ്യറിയാണ്. ഈ ഏകീകൃത ജുഡീഷ്യറിക്ക് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒക്കെ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷനോ സെപ്പറേറ്റ് നിയമങ്ങളോ ഒക്കെ ഉണ്ടോ? ഇല്ല. ഒരു സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്ടാണല്ലേ. അതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുക. ഈ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്തിന് എക്സാമ്പിളാണ്? ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ യൂണിറ്ററി ഫീച്ചർ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോ ദിസ് വിൽ എൻഡ് ദ ഡിസ്കഷൻ ഓൺ ദ സെലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ള പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കായിരിക്കും ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സ്നേഹം എല്ലാം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ സ്നേഹം ലൈക്സിലൂടെയും ഷെയറിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും ഞങ്ങളെ അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം ഫ്രീ യൂട്യൂബ് ഇനീഷ്യേറ്റീവ്സിന് ഉള്ള പ്രോത്സാഹനം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. സോ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ഗുഡ് ബൈ.